ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ ആണ് ബർഗറിൽ. നമ്മൾ സെക്കൻഡ് ഡേ ഇന്നും ഞാനും എമലും മാത്രമേ ഉള്ളൂ. ഇഷലിക്ക് അത്ര സുഖമില്ല, കുറച്ച് പനിയൊക്കെ ആയതിനെ കൊണ്ട്. ഇപ്പോൾ തണുപ്പല്ലേ, അപ്പോൾ ഇഷല് റൂമിൽ തന്നെ നിൽക്കാണ്. ഇഷല് അവിടെ ഇങ്ങനെ റൂമിൽ ടാറ്റ ആട്ടുണ്ട്. അമ്മാ നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്ററിൽ പോകണം. എന്നിട്ട് പോയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടുത്തെ എന്താണെന്നുള്ളത് നോക്കാൻ. ഇത് വൈകിട്ട് നമ്മൾ ഇവിടെ ബ്രിഗൻ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഒരു അവിടെയൊക്കെ പോയി നമ്മൾ കുറച്ച് കറങ്ങി വൈകിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഫ്യൂഡ് ക്രൂയിസ് ഉണ്ട്. ഇന്നലെ പോയപ്പോൾ ഒന്നും നമുക്ക് ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് പോയിട്ട് നോക്കണം ഇന്നുണ്ടോ ഇല്ലയെന്നുള്ളത്. ഇന്ന് സാറ്റർഡേ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇവിടെ നിന്നാണ് ഫ്യൂഡ് ക്രൂയിസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറ്. ഫ്യൂഡ് സൈറ്റ് സീയിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ ഓപ്പണാ. നമ്മൾ ഇന്നലെ ഇവിടെ വന്നപ്പോൾ ഇത് ക്ലോസ് ചെയ്തിരുന്നു. അപ്പം നമ്മളിപ്പോൾ ഉള്ള ഈ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്ററിലാണ്. അപ്പോൾ ഇവിടെയുള്ള ഈ ബർഗറിലുള്ള എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ്, ടൂർസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം. മ്യൂസിയം, കൾച്ചറൽ, ട്രാൻസ്പോർട്ടേഷന്, ഫാമിലി അട്രാക്ഷന്, പിന്നെ നോർവേ നട്ട്സ്റ്റെല്ല്, ആക്ടിവിറ്റി, അഡ്വഞ്ചേഴ്സ്. അതിന് നമുക്കിവിടെ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ഇവിടെ വരാം. നമുക്കിവിടെ അഡ്വാൻസ് ആയിട്ട് ടിക്കറ്റ് എടുത്ത് വെക്കാം. അപ്പോൾ ഇന്നത്തേക്ക് ഇല്ല കേട്ടോ ഫ്യൂഡ് ക്രൂയിസ്. ഇന്നത്തേക്ക് കംപ്ലീറ്റ് ഫുള്ളായിപ്പോയി. ഇന്ന് 2 മണിക്കാണ്. അപ്പോൾ നമ്മൾ നാളെ അല്ല മറ്റന്നാളത്തേക്ക് ബുക്ക് ചെയ്ത്. കാരണം നാളെ നമ്മൾ ഇവിടെ ആ ട്രെയിൻ ഉണ്ടല്ലോ ഫ്ലാം, അവിടെ അത് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അതിനെന്തായാലും ഒരു ഡേ വേണ്ടി വരും. അപ്പോൾ നമ്മൾ മറ്റന്നാളത്തേക്ക് ഫ്യൂഡ് ക്രൂയിസ് ബുക്ക് ചെയ്ത് അവിടെ നിന്നാണ് ക്രൂയിസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആ ബോട്ടിലേക്ക് നമ്മൾ പോവാം. ആ ക്രൂയിസിൽ പോവും. ഫ്യൂഡ് സൈറ്റ് സീയിങ് അവിടെ മറ്റന്നാൾ നമ്മൾ 1:30 മണിക്ക് അവിടെ എത്താം. അവിടുന്ന് 3 മണിക്കൂറായിരിക്കും ക്രൂയിസ്. അപ്പോൾ നമ്മളെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇനി ഇവിടെ ഫ്ലോയ് ബാനൻ എന്ന് പറഞ്ഞാൽ ഒരു ഫിനിക്കുലർ ട്രെയിൻ ഉണ്ട്. ആ മുകളിലേക്കുള്ളത് അവിടെ കാണാം. ഒരു മൗണ്ടൈൻ്റെ മുകളിലേക്കുള്ള ഒരു ഫിനിക്കുലർ ട്രെയിൻ എടുക്കുക. പിന്നെ അവിടെ നമുക്ക് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ അതിന് നേരെ നമ്മളിങ്ങിപ്പോൾ ആ ട്രെയിൻ സ്റ്റേഷൻ്റെ അങ്ങോട്ടേക്ക് പോകണം. അവിടെ തന്നെയാണ് ടിക്കറ്റൊക്കെ ഉള്ളത്. ഫ്ലോയ് ബാനൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ സ്റ്റേഷൻ വരെ ഇങ്ങനെ മുകളിലേക്ക് പോയി ഇത് അവിടെ കാണാം. അവിടെയാണ് അതിൻ്റെ ടോപ്പ്. അവിടേക്ക് നമ്മൾ ആ ഫിനിക്കുലർ ട്രെയിൻ എടുത്ത് പോവാം. 11:30 മണിയാണ്. അത്യാവശ്യത്തിന് ടൂറിസ്റ്റുകളൊക്കെ ഒരുപാടുള്ളൊരു ടൈമാണ് ഇപ്പം. അതായത് എല്ലാ സെൻറ്ററിലും നല്ല തിരക്ക് ഉണ്ടാവുന്ന ഒരു ടൈമാണത്. കാരണം ആളുകൾ ഈ സമയത്താണ് ക്രൂസ് ചെയ്യാനും ബാക്കിയുള്ള എന്താണ് പ്ലേസ് വിസിറ്റ് ചെയ്യാനൊക്കെ ഈ സമയത്താണ് ഇറങ്ങൽ. വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ ബ്രിഗൺ ആണ്. നമ്മൾ ഇന്നലെ വൈകിട്ട് അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇനി ടൈം ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് പോണതിൻ്റെ മുമ്പ് ഒന്നും കൂടി അവിടെയൊക്കെ ഒന്ന് കറങ്ങും. ബർഗറിൽ വന്നു കഴിഞ്ഞാലുള്ള 1-2 പ്ലേസസാണ്. ഒന്ന് ആ ബ്രിഗണ്, പിന്നെ ഒന്ന് ഫ്ലോയ് ബാനന്, പിന്നെ മോസ്ട്രോമൻ ഫ്യൂഡ് ക്രൂയിസ്. ഫ്ലോയ് ബാനൻ, ഇതാണ് ഫ്ലോയ് ബാനൻ. ഫിനിക്കുലർ ട്രെയിനിൻ്റെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കുക, മുകളിലേക്ക് പോവാം. നമ്മൾ ഫ്ലോയ് ബാനൻ ടിക്കറ്റ് എടുത്ത് 200 ആണ് നമ്മൾ റൗണ്ട് ട്രിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക്. 200 നോർവേയിൻ ക്രോൺ. നെക്സ്റ്റ് ട്രെയിനുള്ള ലൈനാണ് കണ്ടോ. അടുത്തത് എത്ര മണിക്കാണ്? 10-15 മിനിറ്റ് ആവും അടുത്തതാവാൻ. നമ്മളിതാ ഇവിടെ ഇതിന് മുകളിലേക്കാണ് പോകുന്നത്. ഈ ഒരു സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അവിടെ നമുക്ക് മുകളിൽ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം. ബർഗൻ സിറ്റിയൊക്കെ നമുക്ക് കാണാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ തിരിഞ്ഞ് നമുക്കിങ്ങനെ ഒരു ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടന്ന് താഴേക്കെത്താം. ട്രെയിൻ വരുന്നതാണ്. ഇവിടെ ഇരുന്ന് അമ്മ ഇരിക്കണോ? എമ്മല്ലേ എമ്മൽ ഇവിടെ ഇരിക്കണോ?
ടണലിൻ്റെ അകത്ത് കൂടെ നമ്മൾ മുകളിലേക്ക് പോവാണ്. കുറച്ച് ടണലാണ്. ട്രെയിൻ കണ്ടോ, റോപ്പിൽ കെട്ടി വലിച്ചിട്ട് മുകളിലേക്ക് കൊണ്ടുപോകുന്ന ട്രെയിനാണത്. അതായത് ഒരു റോപ്പിന്റെ രണ്ട് എൻഡിലും രണ്ട് ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റ് ഉണ്ടാവും. ഇത് ഒന്ന് താഴേക്ക് വരുമ്പോൾ ഒന്ന് മുകളിലേക്ക് പോകും. അതാ ഒന്ന് മുകളിൽ താഴേക്ക് പോകുന്ന, അപ്പൊ ഇത് മുകളിലേക്ക് പോയി. ഇനി ഇത് താഴേക്ക് വരുമ്പോൾ അത് മുകളിലേക്ക് പോകും. അങ്ങനെയാണ്. നമ്മൾ മുൻപ് സ്വിറ്റ്സർലാൻഡ് ഇന്റർലക്കലില് ഹാർഡർകുളം എന്ന് പറയുന്ന മൗണ്ടനിലേക്ക് പോകുമ്പോൾ അതുപോലത്തെ ട്രെയിനാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ ഫിനിക്കുലർ ട്രെയിൻ റോപ്പിൽ ഇങ്ങനെ കെട്ടി വലിച്ച് മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. വ്യൂ ഒക്കെ കൂടി വരുന്നതാണോ? ഓ, ആ ബർഗന്റെ വ്യൂസ് ഒക്കെ ഇങ്ങനെ കൂടി വരുന്നു മുകളിലേക്ക് പോകുമ്പോൾ. 5 മിനിറ്റും ഇല്ല കേട്ടോ, മുകളിലെത്തി. മുകളിലെത്തി. ഇവരെല്ലാവരും നമ്മൾ വന്ന ആ ഒരു കമ്പാർട്ട്മെന്റിലുള്ള കേട്ടോ. ഓ, അപ്പോൾ ഇതാണ് ബെർഗൻ നഗരം. നമുക്ക് അങ്ങ് ദൂരെ കടൽ കാണാം, ഫ്യോർഡ് കാണാം, ബിൽഡിങ്സ് കാണാം, സിറ്റി കാണാം, അവിടെ പാലങ്ങൾ കാണാം, മൗണ്ടൻസ് കാണാം. ഇന്നാണെങ്കിൽ നല്ല ക്ലൈമറ്റും ആണ് കേട്ടോ. ഇവിടെ നല്ല ക്ലൈമറ്റ്, ക്ലൗഡി അല്ല, നല്ല വെയിലുണ്ട്. അപ്പോൾ കാഴ്ചകളൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ നല്ല സമയവും. ഇപ്പോൾ 12 മണിയാവാനായി. ഇതൊക്കെ ബർഗൻ നഗരം. നമ്മൾ വന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ അത് നമ്മൾ ആ ടൂറിസ്റ്റ് പോയിൻ്റൊക്കെ അവിടെ നിന്ന് കറക്റ്റ് കാണുന്നുണ്ട്. ടൂറിസ്റ്റ് പോയിൻ്റ് ഇതാ, ഒരു ബസ് പോകുന്ന ടൂറിസ്റ്റ് പോയിന്റ്. പിന്നെ ബ്രിഗനൊക്കെ അവിടെ കാണാം. ബ്രിഗൻ ദൂരെ കാണാം, ഒരു ക്രൂയിസ് പോകുന്ന കാണാം. പിന്നെ ഇതിൻ്റെ മുകളിൽ കയറിയപ്പോഴാണ് ശരിക്കും എന്താ പറയുക, അതിൻ്റെ ഒരു വ്യൂ, ഈ ബർഗൻ നഗരത്തിൻ്റെ. അതുപോലെ തന്നെ റോഡ് ഇത്രയൊക്കെ ഇവിടെ ഈ റോഡും ബ്രിഡ്ജസൊക്കെ ഉണ്ട് എന്നുള്ള ഇതിൻ്റെ മുകളിൽ കയറിയപ്പോഴാണ് ശരിക്കും അറിയുന്നത്. ഇത് ഒരു ട്രെയിൻ മുകളിലേക്ക് വരുന്നുണ്ട്. ഒരു ഫെനിക്കുലർ ട്രെയിൻ അതാ മുകളിലേക്ക് വരുന്നതാണ്. ഇവിടെ കാണാം ഒരു സൂവനീർ ഷോപ്പും കാര്യങ്ങളൊക്കെ. കുട്ടികളെ ചെറിയ പാർക്കാണ്. എമ്മിലെ പാർക്ക് ഇതാ ബാബ അവിടെ ഇരിക്കുക. ഇവിടെ ഒരാൾ തൂങ്ങി കളിക്കുന്ന കൈസ്. എനിക്ക് ഇനി വേറൊന്നും വേണ്ടി വരില്ല അല്ലേ? ഇവിടെ തന്നെ കളിച്ചാൽ മതിയായിരിക്കും. തിരക്കുണ്ടില്ലേ? അത്യാവശ്യത്തിന് നല്ല തിരക്കുണ്ട് ഇവിടെ. ടൂറിസ്റ്റുകൾ ഇങ്ങനെ നന്നായിട്ട് വരുന്നൊരു ടൈമാണ്. ഇപ്പോൾ ഏപ്രിലാണ്, സമ്മർ സ്റ്റാർട്ട് ചെയ്യാണ്. മെയ് ജൂൺ ജൂലൈയിലൊക്കെ അപ്പം എന്ത് തിരക്കിയിരിക്കും എന്നുള്ളത് നോക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഇരിക്കും ആ സമയത്ത്. ഇതാണ് ഇത് അതിൻ്റെ മുകളിൽ കയറുന്ന. ഇങ്ങനെ ഈസിയാ അത്? ഈസിയാ. ആ ശരിയാ.
ഇവിടെയൊക്കെ കാണട്ടോ, ഫുള്ള് കുട്ടികളാണ്, ചെറിയ ചെറിയ കുട്ടികൾ. എല്ലാവരും ഫാമിലി ആയിട്ട് അവിടെ ഉള്ളത് കേട്ടോ. ഇതൊക്കെ ആടുന്ന്, ഓലിയുന്ന്, തൂങ്ങുന്ന്, ചാടുന്ന്. Ready, steady, go! Go! Whoa! Catching me! They did! നമ്മൾ ഈ പാർക്കിൽ ഇറങ്ങിയിട്ട് ഏകദേശം 1.5 മണിക്കൂർ ആ പാർക്കിൽ കളിച്ച് നമ്മളൊരു ചെറിയ ബ്രേക്കൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് ആ പാർക്ക് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന് ചുറ്റും ഇങ്ങനെ ഈ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഇങ്ങനെ നടക്കാൻ പറ്റും. ഇവിടെ ഇതിൻ്റെ മുകളിൽ കണ്ട് ഇങ്ങനെ ഓരോ രൂപങ്ങൾ കാണാം, ഓരോ വിച്ച്. അവിടെ ഒരു വല്ലുള്ള ഇവരൊക്കെ ഈ കാട്ടിൽ ആദ്യം ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് അല്ലേ അമലെ? എന്താ വിച്ചാ? അവിടെ ഇങ്ങനെ ഈ മരം കൊണ്ട് ഇങ്ങനെ ഓരോരോ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കയറിയിട്ട് അപ്പുറത്ത് വരുത്താണ്. ഇവിടെ എന്താ, ഇവിടെയും കളിക്കുന്ന ഏരിയ ഉണ്ടല്ലോ. അതാ റോപ്പിൻ്റെ അതാ അവിടെ. അതെന്താ സിപ്പ് ലൈന്? അതെന്താ സിപ്പ് ലൈൻ ഉണ്ട് ഇവിടെ. അങ്ങോട്ട് വരട്ടെ, ഫാമിലി കയറാൻ പോകുന്നതാണ് സിപ്പ് ലൈനിൽ. ഓക്കെ പോവാ ഓക്കെ അല്ലേ? അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ. എന്താ ഇവിടെ ആൾക്കാരില്ലേ, പിന്നെന്തിനാ പേടി? ആ അമ്മലെ ഈ മുകളിലേക്ക് പോവാ, നിന്റെ മുകളിലേക്ക് പോയത്. താഴൊക്കെ കണ്ടോ, ഇതൊക്കെ മരക്കഷ്ണങ്ങളാണ്. കുറ്റി കുറ്റി കുറ്റി, അതായത് കുട്ടികളൊക്കെ അല്ലേ ഇവിടെ കളിക്കുന്ന. വീണ് കഴിഞ്ഞാൽ പരിക്കൊന്നും പറ്റില്ല, പരിക്കൊന്നും പറ്റാതിരിക്കാനും കണ്ടോ. കാടിൻ്റെ അകത്ത് ഇവർ ഈ മരം കൊണ്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്ത് വെച്ചത് കണ്ടോ, കുട്ടികൾക്ക് കളിക്കാനുള്ള. പ്രകൃതിക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ ഉണ്ടാക്കി കളിക്കാൻ. എന്ത് കാമൻ കോയച്ച് ഏരിയ, ഫുള്ള് പൈൻ മരങ്ങൾ. അതിനിടയിലൂടെ ഇങ്ങനെ നമുക്കിങ്ങനെ നടക്കാം. ഇതിന് താഴെ വരെ നമുക്ക് നടക്കാം വേണമെങ്കിൽ. ആളുകളെല്ലാം നടക്കുന്നുണ്ട്, ഒരു ട്രെക്കിംഗ് എന്നുള്ള ലെവലിലും ഒരു ജോഗിങ് ഒക്കെ ആൾക്കാർ ഇവിടെ ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാ ആളുകൾ കണ്ടോ, തീയൊക്കെ കത്തിച്ചിട്ട് എന്തെല്ലാം ആക്കുന്നുണ്ട്. ഒരു ബ്രെഡൊക്കെ ചൂടാക്കിയിട്ട് കഴിക്കുക, ഫുഡ് കഴിക്കുക. ഈ റോഡിലൂടെ ഇങ്ങനെ 3 കിലോമീറ്റർ താഴേക്ക് നടന്നാൽ താഴെ എത്താം. അതുപോലെ തന്നെ അവിടുന്ന് മുകളിലേക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിനിക്സ് ട്രെയിൻ ഉപയോഗിക്കാതെ തന്നെ മുകളിലും എത്താം. ഇവിടെ ആളുകൾ കാണാം അതിൽ നടക്കുന്നത്, സൈക്കിളൊക്കെ ആയിട്ട് വരുന്നത് കാണാം. ഈ മൗണ്ടൈൻ്റെ പിന്നെ നമ്മൾ കുറച്ചൊന്ന് നടന്നാൽ, നമ്മൾ സ്റ്റേഷൻ കയറി കുറച്ച് നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പോണ്ടിൻ്റെ ഏരിയ എത്തും. നല്ല ഭംഗിയുള്ളൊരു പോണ്ട് കാണാം. ആ ഫ്ലോയ് മൗണ്ടൈൻ്റെ
മോൾ ഭാഗത്തുള്ള പോണ്ടാണിത്. ആ പോണ്ട് ആ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് നടന്നാൽ മതി മോളിൽ. അപ്പോൾ ഈ പോണ്ടിൻ്റെ അവിടെ എത്താം കേട്ടോ. ഈ പോണ്ടിന് ചുറ്റും ഇങ്ങനെ നടക്കാം. ഇതൊന്ന് ഒരു 1/2 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ഇതിന് ചുറ്റും ഇങ്ങനെ നടക്കാൻ. മാക്സിമം അധികം ആളൊന്നും ഭാഗത്തേക്ക് അങ്ങനെ വരുന്നില്ല. അവിടെ ഒരു സൈൻ ബോർഡ് കണ്ട്, അത് കണ്ടപ്പോഴേ ഇങ്ങോട്ടേക്ക് വന്നതാണ്. നല്ല അടിപൊളി സ്ഥലം. ഇപ്പം 5 മണിയായി. നമ്മൾ രാവിലെ 11:30-12 മണിക്കിട്ടാണ് ഇവിടെ കയറിയത്. ഇതിൻ്റെ മുകളിലുള്ള ചെറിയൊരു കോഫി ഷോപ്പാണ്. ഇതൊക്കെ റേറ്റ് ഉണ്ടോ? 65 കേക്ക് 65, ടീ 50, കോഫി 50. അതൊക്കെ ഏകദേശം 500 രൂപ. 450-500 രൂപ കോഫിക്കും ടീക്കൊക്കെ. അങ്ങനെ നമ്മൾ എത്ര മണിക്ക് അതിൻ്റെ മുകളിൽ കയറിയാൽ അറിയാം? നമ്മൾ 12 മണിക്കിട്ടാണ് കയറിയെന്നാണ് തോന്നുന്നത്. ഇപ്പം സമയം 5:45. അതുവരെ മൂപ്പര് ഇങ്ങനെ പാർക്കിൽ കളിച്ച് ഓ വൈകുന്നേരമായിപ്പോൾ. ആ വരാം. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങി നമ്മൾ ഓൺ ദ വേല് നമ്മൾ റിട്ടേൺ അടിക്കുന്ന വേല് ഇവിടെ കാണാൻ ഒരു ബൈ പാർക്ക് എന്ന് പറയുന്ന ഒരു ഏരിയ കാണാം. നല്ല മനോഹരമായിട്ടുള്ളൊരു പാർക്ക്, ബൈ പാർക്ക്. ഓ നല്ല മനോഹരമായിട്ടുള്ളൊരു പാർക്ക്. അങ്ങനെ വണ്ടികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് ഇവിടെ നിന്ന് കാണാം. നമ്മൾ നേരത്തെ പോയ ആ ഒരു ഫ്ലോയ് മൗണ്ടന് നമുക്ക് ഇവിടെ നിന്ന് കാണാം. നേരെ മുമ്പിൽ തന്നെ കാണാം ഒരു പോണ്ട് വലിയ. അതുപോലെ തന്നെ അവിടെ ഫൗണ്ടന് കാര്യങ്ങളൊക്കെ. ആളുകൾ വൈകുന്നേരം ഇവിടെ ജോഗിങ്ങിനും അതുപോലെ നടക്കാനും വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നുണ്ട് ഈ ഭാഗത്തേക്ക്. ആ മലേൻ്റെ മുകളിലൊക്കെ കണ്ടില്ല എന്ത് ഭംഗിയുള്ള വീടുകളാണ് എല്ലാം. ഒക്കെ കളറ് അതിൻ്റെ റൂഫൊക്കെ കാണാം. ഫുള്ള് കളറാണ്. റെഡ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്. അതുപോലത്തെ ആ റോഡിൻ്റെ സൈഡിലൊക്കെ ഉള്ള ഫാമിലി ഇവിടെ ഫിജിയൻ്റെ എത്ര കളിക്കാം. ഫാമിലി എൻ്റെ ചോക്ലേറ്റ് അവിടെ. അപ്പോൾ ഈ പോണ്ടിന് ചുറ്റും ലോണുണ്ട്. പിന്നെ കാണാൻ ലോണിൻ്റെ അടുത്തായിട്ടാണ് ചുറ്റിലും സീറ്റ് കാര്യങ്ങൾ. ആളുകളൊക്കെ ഇങ്ങനെ ഈ പോണ്ട് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ഇങ്ങനെ ഭംഗി ആസ്വദിച്ചിട്ട്. ഡെലിവറി ഫുഡ് കൊടുക്കുമ്പോൾ ഒരുപാട് പിജിയൻസ് അവിടെ വന്ന്. അതെന്താ ഇട്ട് കൊടുക്കുന്നത്? എന്താണിത്? പിജിയൻസ് മാത്രല്ല കേട്ടോ, സീകളും കൂടി. സീകളും വന്നു ഒച്ചുണ്ടാക്കുന്നുണ്ടല്ലേ. ഏതിന്റെ? ആ സീകളിന്റെ അല്ലേ? അത് അതിന്റെ ഒക്കെ ഉണ്ടല്ലോ. തിരിഞ്ഞെടുക്കാമ്മ. സമയം 7 മണി. നമ്മൾ ആ ബൈ പാർക്കിൻ്റെ അവിടെ നിന്ന് നേരെ നമ്മൾ ഫുഡൊക്കെ വാങ്ങി ഈ നേരെ റൂമിലേക്കല്ലേ അമ്മലേ? അമ്മക്ക് ഇഷ്ടമായോ ഫ്ലോയ് മൗണ്ടൻ?
എം.എൽ.എ ഒരുപാട് നേരം കളിച്ചു, അതുകൊണ്ട് അത്രയും സമയം അവിടെ നമ്മളായത്. ശരിക്കും പറഞ്ഞാൽ അവിടെ കുട്ടികൾക്ക്, അതായത് ഫാമിലിയൊക്കെ പോകാൻ പറ്റിയൊരു ഏരിയയാണ് ആ ഫ്ലോയ് മൗണ്ടൻ്റെ മോൾ ഭാഗത്തെ. ഒരുപാട് കളിസ്ഥലങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക്. അപ്പോൾ നമ്മളിനിയിപ്പം നേരെ റൂമിലേക്ക്, നാളെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന നാളെ നേരത്തെ പോയിട്ട് നമ്മൾ ആ ഫ്ലാംബാഹൻ ഉണ്ടല്ലോ ട്രെയിന്, അത് ചെയ്യാമെന്നുള്ളതാണ്. കാരണം മറ്റന്നാളാണ് നമ്മൾ ഫ്യൂർ ക്രൂയിസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം നാളെ നേരത്തെ നമുക്ക് പോകേണ്ടി വരും 8 മണിക്കെങ്കിലും അല്ലേ? എം.എൽ.എ ഓക്കെ ആണോ നാളത്തെ? അപ്പോൾ നമ്മൾ ഏതായാലും ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഏതായാലും ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അല്ലേ? നമ്മളിപ്പോൾ പറ്റാവുന്ന വർഗുള്ള ഈ ഏരിയ നമ്മൾ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അമ്മ. ഓക്കെ, നിങ്ങൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നാളത്തെ വീഡിയോ അടുത്തതിൽ കാണാം. അപ്പോൾ അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.